ഞാൻ 86-ലാണ് എ.പി. ഉസ്താദിനെ ആദ്യമായി പരിചയപ്പെടുന്നത്. എ.പി. ഉസ്താദ് മർക്കസിലേക്ക് ഹാഫിൾ ഉസ്താദായി എന്നെ ക്ഷണിച്ചു. എനിക്കൊരു നിധി കിട്ടിയതുപോലെയായിരുന്നു. അങ്ങനെ 3 വർഷം മർക്കസിൽ ഞാൻ ഹിഫ്ളിന്റെ ഉസ്താദായി ക്ലാസ് എടുത്തു. ആ സമയത്ത് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഫൈനൽ വിദ്യാർത്ഥിയാണ്. അത് കഴിഞ്ഞ് ഉസ്താദിനെ ഇന്നാണ് കാണുന്നത്. നീണ്ട 10-30 വർഷങ്ങൾ കടന്നുപോയി. കാഞ്ഞങ്ങാട് ഒരു വാളിന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഖലീൽ തങ്ങളാണ് ദുആ ചെയ്യേണ്ടത്. തങ്ങൾ ഇടയ്ക്ക് വന്നു. ഞാൻ പ്രസംഗം നിർത്തി. തങ്ങൾ ദുആ ചെയ്തു. പോകുമ്പോൾ എൻ്റെ ചെവിയിലൊരു കാര്യം പറഞ്ഞു, മഅദിനിൽ വരണം. ഞാൻ മഅദിനിൽ ചെന്നു. എന്നെ സ്വീകരണമാണ് കാത്തിരുന്നത്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, 93-ാമത്തെ വയസ്സിലും കർമ്മങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ സുൽത്താനുൽ ഉലമ, ആ പ്രകാശിക്കുന്ന മുഖം കാണുമ്പോൾ എനിക്ക് വല്ലാണ്ട് തേങ്ങൽ വരുന്നു. അല്ലാഹുമ്മ തവ്വിൽ ഉംറഹു മഅസ്സിഹത്തി വൽ ആഫിയ. ശൈഖുന ഒരു വ്യക്തിയല്ല, ഒരു സമുദായമാണ്. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിത. ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയെ പറ്റി അള്ളാഹു പറഞ്ഞത് ഒരു സമുദായം എന്നാണ്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, അവിടെയും ഇവിടെയും ഇരുന്ന് പരദൂഷണം പറയുന്ന ചിലരുണ്ട്. അവര് മർക്കസു സഖാഫത്തി സുന്നിയ ഒന്ന് സന്ദർശിക്കണം. അതുപോലെ കർമ്മങ്ങളിലൂടെ ജ്വലിക്കുന്ന താരകങ്ങളായി തീർന്ന ഖലീൽ തങ്ങളും പേരോട് ഉസ്താദും കോഴിക്കോട് ജില്ലയുടെ അങ്ങേ അറ്റത്ത് ചെന്നാൽ സിറാജുൽ ഹുദയുടെ ബസ്സുകളാണ് ഇങ്ങനെ ഓടുന്നത്. പാണക്കാടിന് 4 കിലോമീറ്റർ ഇപ്പുറത്ത് കോഴിക്കോട് മലപ്പുറം ഹൈവേയിൽ മഅദിൻ അക്കാദമി സ്ഥിതി ചെയ്യുന്നു. രോമാഞ്ചമുണ്ടാവും. ആയിരക്കണക്കിന് സ്റ്റുഡൻസ് ആണ് അവിടെ പഠിക്കുന്നത്. ഞാൻ അവിടെ ചെന്നപ്പോ ദാറുൽ ഐതാം സന്ദർശിച്ചു. അന്ന് 300 കുട്ടികളാണ്. യതീം മാത്രം, മിസ്കീനല്ല, ഒള്ളി യതീം. ആ 300 കുട്ടികളും എന്റെ തലയിൽ കൈവച്ചുകൊണ്ട് അല്ലാഹുമ്മ സ്വല്ലി അലൻ നബിയിൽ ഉമ്മിയി എന്ന സലാത്തോതി മന്ത്രിച്ചു. എന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഡ്രൈവർ കരഞ്ഞുപോയി. ഈ സ്ഥാപനങ്ങളൊക്കെ നമ്മൾ സന്ദർശിക്കണം. സുഹൃത്തുക്കളെ, നമ്മൾ എന്ത് ചെയ്തു ഇവിടെ? ബഹുമാനപ്പെട്ട ഈ പണ്ഡിതന്മാർ സമൂഹത്തിന്റെ നേതാക്കളാണിന്ന്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എനിക്കൊറ്റ കവിത ആണ് ഓർമ്മ വരുന്നത്. തന്നാൽ കരേറ്റേണ്ടവരെത്ര പേരോ